കൂട്ടിവച്ചിട്ട് ബോധ്യമില്ല, കാര്യമില്ല എന്ന് പഠിപ്പിക്കുന്ന ജീവിതാനുഭവത്തിൽ കൂടിയാ നമ്മളെല്ലാം കടന്നു പോകുന്നത്. പണ്ടത്തെ കാലഘട്ടത്തില് നാൽക്കാലികൾ കയറാതിരിക്കാൻ നമ്മളെല്ലാം വേലി കെട്ടി സംരക്ഷിച്ച നമ്മുടെ സമ്പത്തും വസ്തുവും വകയും. സമ്പത്തായി കഴിഞ്ഞപ്പോൾ ഇരുകാലികളായ ഞാനും നിങ്ങളും എല്ലാം കയറാതിരിക്കാൻ നമ്മൾ എന്തോ കെട്ടി? മതില് കെട്ടി. മതിലിന്റെ അർത്ഥം എന്താണ്? മതി, ഇതിലെയുള്ള നിന്റെ വരവെന്ന അർത്ഥം. വാതിൽ വെക്കുമ്പോഴെന്തോ വാ എന്റെ സഹോദര ഇതിലേക്ക് എന്നുള്ളതുമാ. അങ്ങനെയെങ്കിൽ ഓർക്കേണ്ട കാര്യം, ആധുനിക കാലഘട്ടത്തിൽ 18-ാമത്തെ വയസ്സിൽ വീടിനെ രക്ഷിക്കാൻ, സഹോദരങ്ങളെ രക്ഷിക്കാൻ, മക്കൾക്ക് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലും വിദേശത്തും പോയ സമ്പത്ത് നേടി തിരിച്ചു വന്ന മനുഷ്യൻ അപ്പോഴോർത്തു സമ്പത്തായി കഴിയുമ്പോൾ ഒന്ന് കഴിക്കാമെന്നോർത്തു. പക്ഷെ സമ്പത്തായി കഴിഞ്ഞപ്പോൾ കയ്യിൽ പണമുണ്ട്, പക്ഷെ കഴിക്കാൻ യോഗമില്ല. മനസ്സിലാക്കുന്നു എന്താണെന്നറിയാമോ? എന്റെ ഉൾപ്പെടെ 49 വയസ്സായി കേട്ടോ. ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 സ്പൂൺ പഞ്ചാരയിട്ട് കുടിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടം ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേർക്കും ഇല്ല. മനസ്സിലാകുന്നു? കയ്യിൽ പണമുണ്ട്, ഇഷ്ടമുള്ള ആഹാരം ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്നില്ല. ഇതിനേക്കാളും വലിയ ദയനീയ അവസ്ഥയുണ്ടോ? ഓടിയതെല്ലാം എന്തിനായിരുന്നു? ഒരു പിടിച്ചോറിനായിരുന്നു. ഓടിയതെല്ലാം എന്തിനായിരുന്നു? ഒരു നേരത്തെ ആഹാരത്തിനായിരുന്നു. കഴിക്കുന്നതിനപ്പുറമായ സമ്പത്ത് വന്നുകൂടുമ്പോഴോർക്കണം അത് അധികപ്പെട്ടാണ്. രണ്ടാമത് നമ്മളെല്ലാം ഓടിയത് മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ. എല്ലാത്തിനെയും യൂറോപ്പിലും UK-ലും എല്ലാം നമ്മൾ അങ്ങ് കയറി വിടുകയല്ലേ. നാളെ എന്റെയും ജീവിതത്തിൽ അങ്ങനെയാകാം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം, അറിവിൽപ്പെട്ട ഭൂരിഭാഗം മാതാപിതാക്കളെ സ്വന്തം അപ്പൻ അമ്മ ഒന്ന് മരിച്ചിട്ട് വിറ്റിട്ട് പോകാനിരിക്കുന്ന എത്രയോ വസ്തുവും വകയും ഭവനവും ആർക്കു വേണ്ടിയിട്ടായിരുന്നു? ആർക്കു വേണ്ടിയിട്ടായിരുന്നു? മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു. മക്കൾക്ക് വേണ്ട എന്ന് തോന്നിയാൽ പിന്നെ അതങ്ങനെ കൂട്ടിവെക്കരുത്. മനസ്സിലാകുന്നു? മക്കൾക്ക് വേണ്ട എന്ന് തോന്നിയാൽ പിന്നെ അതങ്ങനെ കൂട്ടിവെക്കരുത്. അവനവന്റെ കാലഘട്ടത്തിലെ സമ്പാദ്യം അവനവൻ അനുഭവിക്കാനുള്ളതാണ്. മനസ്സിലാകുന്നു? അവനവന്റെ കാലഘട്ടത്തിലെ സമ്പാദ്യം അവനവൻ അനുഭവിക്കാനുള്ളതാണ്. ചില സ്ത്രീ സമ്മാനത്തിലൊക്കെ ചില നേരത്തെ ചില അമ്മച്ചിമാര് പറയും, അച്ഛാ UK-യിലുള്ള കൊച്ചുമോക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ കുടുക്കയ്ക്കകത്ത് ഇങ്ങനെ സമ്പാദിക്കുന്നുണ്ടെന്ന്. മനസ്സിലാക്കുന്നു? വയസ്സാം കാലത്ത് വല്ല ബൂസ്റ്റോ ബോൺമിറ്റായോ തിന്നിച്ചാകാനുള്ളതിന് ലണ്ടനിലിരിക്കുന്ന കൊച്ചുമോക്ക് വേണ്ടി സമ്പാദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മാതാപിതാക്കളെ, മക്കളെ വളർത്തുന്നതിന് കണക്കില്ല. പക്ഷെ തിരിച്ച് മക്കൾ തരുന്നതിന് എന്തുണ്ട്? ഉറക്കെ പറ, കണക്കുണ്ട്. മക്കളെ വളർത്തുന്നതിനൊന്നും കണക്കില്ല. വാരിക്കോരി നമ്മൾ അങ്ങനെ കൊടുക്കുകയല്ലേ. തിരിച്ച് മക്കളുടെ ചെലവിലൊന്ന് കഴിഞ്ഞു നോക്കിയേ. ഒരു പാരസെറ്റമോളിന് പോലും ആര് കണക്ക് പറയും? മക്കള് കണക്ക് പറയും. ഇനി ഓർക്കേണ്ട കാര്യമുണ്ട്, 5-6 മക്കളുണ്ടെങ്കിൽ ഞാനും നിങ്ങളും വാർദ്ധക്യമാകുമ്പോഴുണ്ടല്ലോ, അവസാനം ഒരുത്തന്റെ തലയിൽ ഈ 2 ട്രോഫിയും ഇരിക്കും. മനസ്സിലാകുന്നു? അവസാനം ഏതെങ്കിലും ഒരുത്തന്റെ തലയിൽ ഈ 2 ട്രോഫി നമ്മൾ കൊണ്ടുവെക്കും. ആരുടെ തലയിൽ നമ്മൾ ഈ 2 ട്രോഫിയും കൊണ്ടുവച്ചോ, പിന്നെ ആ വഴിക്ക് ഒരു മക്കളും പോകത്തില്ല. എനിക്കറിയാവുന്ന എത്രയോ മക്കളുണ്ടെന്നറിയാമോ? ജീവിതയാത്രയിൽ ഇളയവന്റെ തലയിലോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്റെ തലയിലോട്ട് ഈ അപ്പനെയും അമ്മയും കൊണ്ടുവച്ചിട്ട് തിരിച്ചൊരു പാരസെറ്റമോളും പോലും ഒരു ഓർലിക്സ് പോലും ഒരു ബൂസ്റ്റ് പോലും ജീവിതയാത്രയിൽ ക്ഷേമമാണോ എന്ന് പോലും ചോദിക്കാത്ത എത്രയോ മക്കൾ ജീവിതയാത്രയിൽ നോക്കുക. കൂട്ടിവെച്ചിട്ടൊരു കാര്യവുമില്ല എന്ന് പഠിപ്പിച്ചതാണല്ലോ ഒരു കൊറോണയുടെ ജീവിതാനുഭവം. എനിക്കറിയാവുന്ന ഒരു മനുഷ്യനുണ്ട്, 3 കോടി രൂപയോളം അന്യസംസ്ഥാനത്തുള്ള ഒരു ഫ്ലാറ്റ് വിട്ടിട്ട് നേടിയിട്ട് അതെവിടാ കൊണ്ടിട്ടതെന്ന് പോലും പറയാൻ പറ്റാതെ അങ്ങനെ മരിച്ചുപോയ ഒരു മനുഷ്യൻ. അവസാനം ഈ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ കൊറോണ വന്നു. ഭാര്യയുടെ മക്കളിൽ നിന്നും അല്ലെങ്കിൽ ചുറ്റുവട്ടങ്ങളിൽ നിന്നവരിൽ നിന്ന് അവസാനം ഒരു സ്നേഹചുംബനം പോലും കിട്ടാതെ കടന്നുപോയ പല മാതാപിതാക്കളുമുണ്ട്.
നമ്മൾ ഓർക്കണം, ഒരു പകർച്ചവ്യാധി പിടിച്ചാലുണ്ടല്ലോ, എത്ര സമ്പന്നനായാലും ഒരു ഉമ്മ പോലും, ഒരു അന്ത്യചുംബനം പോലും കിട്ടത്തില്ല. കൂട്ടിവെച്ചിട്ട് ഒരു കാര്യവുമില്ല. അധികമാകുന്നത് മറ്റുള്ളവന്റെ മുമ്പിൽ ചില ദൈവമാകാനായിട്ട് പറ്റണം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ ഉച്ച സമയത്ത് നമ്മൾ ഇങ്ങനെ ചില ഹോട്ടലിന്റെ മുമ്പിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോഴുണ്ടല്ലോ, ഈ ബോർഡ് ഇങ്ങനെ വെൽക്കം ബോർഡ് കാണിക്കുമല്ലോ. ചില മനുഷ്യന്മാർ ഇങ്ങനെ വെൽക്കം ബോർഡ് കാണിക്കും. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ദൈവമേ, അങ്ങനൊരവസ്ഥ എനിക്കും ഉണ്ടാകാമായിരുന്നു. ഇനി ട്രാഫിക്കിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴുണ്ടല്ലോ, ചിലപ്പോൾ രാജസ്ഥാനികളാകാം, വടക്കേ ഇന്ത്യക്കാര് പലരും വിമർശിക്കപ്പെടാറുണ്ട്. നമ്മുടെ കാറിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഡോറയിൽ തട്ടിയിട്ട് ചില പൊടിക്കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് ഇങ്ങനെ യാചിക്കുമല്ലോ. അപ്പൊ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എനിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാമായിരുന്നു, എന്റെ ഭാര്യയ്ക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാമായിരുന്നു, നാളെ എന്റെ മകൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാമായിരുന്നു. ആരും കരുതരുത് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ അങ്ങ് പോകുമെന്ന്. ദൈവം ഉയർത്തിക്കഴിയുമ്പോൾ, സമ്പന്നനായി ദൈവം ഉയർത്തിക്കഴിയുമ്പോൾ, മറ്റുള്ളവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരമാകാൻ പറ്റണം. ദൈവം നടത്തുന്നു എന്ന് ബോധ്യമുള്ള മനുഷ്യ, മറ്റുള്ളവന്റെ ജീവിതത്തിൽ ഓർക്കാപ്പുറത്ത് ദൈവത്തിന്റെ കരമാകാനായിട്ട് പറ്റണം. കാനാവിലെ കല്യാണത്തിലെ ഗൃഹസ്ഥനെ നടത്തുന്ന 3-4 ബോധ്യങ്ങളിൽ ഒന്നാമത്തെ ബോധ്യം ദൈവത്തിന്റെ കരമാണ് തന്നെ നടത്തുന്ന ബോധ്യം.